മാവേലി ഓണമായിട്ട് ഇവിടെ നല്ല ഓഫർ ഉണ്ടെന്ന് പറഞ്ഞു കേട്ട് വന്നതാണെന്നോ? ശരിയാണോ? പിന്നെ ഈ 2 ഷർട്ടിന് വെറും 749 രൂപയുള്ളൂ. വെറും 199 രൂപയ്ക്ക് ചുരിദാർ ടോപ്പുകൾ, 999 രൂപയ്ക്ക് 3 ജീൻസ്. മാവേലി ഒരു ഷർട്ടും മുണ്ടും 499 രൂപ. അത് മാത്രമല്ല, സോൾ ഫാഷനിൽ ഈ ഓണത്തിന് എല്ലാ ഡ്രസ്സുകൾക്കും കിടിലൻ ഓഫറുണ്ട്. ബെഡ്ഷീറ്റ് ഡബിൾ വെറും 249 രൂപയ്ക്ക്, 199 രൂപയ്ക്ക് നൈറ്റികൾ, 399 രൂപയ്ക്ക് കോട്ട് സെറ്റ്. എല്ലാ ഡ്രസ് ഐറ്റംസുകൾക്കും MRP-യേക്കാൾ കുറഞ്ഞ വില. ഓരോ 3500 രൂപയുടെ പർച്ചേസിനും ഓരോ ഫുഡ് കൂപ്പൺ നിങ്ങൾക്ക് സൗജന്യമായി ലഭിക്കും. അപ്പോൾ ഈ ഓണം നമുക്ക് സോൾ ഫാഷനൊപ്പം ആഘോഷിക്കും. ദ സോൾ ഫാഷൻ നിയർ ശ്രീനാരായണ ഹാൾ, ചുള്ളിക്കൽ, കൊച്ചി. INTUC കൊച്ചി റീജിയണൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ലഹരിക്കെതിരെ ഒരു വോട്ട് സംഘടിപ്പിച്ചു. INTUC കൊച്ചി റീജിയണൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ലഹരിക്കെതിരെ ഒരു വോട്ട് എന്ന പേരിൽ കൊച്ചി മഹാത്മാഗാന്ധി ബീച്ച് വാസ്കോഡഗാമ സ്ക്വയറിൽ നടത്തി. ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്ത് INTUC ജില്ലാ പ്രസിഡന്റ് ശ്രീ KK ഇബ്രാഹിം കുട്ടി ഉദ്ഘാടനം ചെയ്തു. അധ്യക്ഷത മുഹമ്മദ് ജെറീസ് നിർവഹിച്ചു. സിസ്റ്റർ ഗ്ലാഡിസ് മാത്യു, അജിത് അമീർ ബാവ, VH സിഹാബുദ്ദീൻ, PP ജേക്കബ്, TV ഷാജി, KK നദീർ, സ്ലീബ സാമുവൽ, ഷൈജി മാത്യു, മുജീബ് റഹ്മാൻ, സിറാത്ത് ഹുസൈൻ, PM താജുദ്ദീൻ, ഷഹീർ MR, നൌഷാദ് KR, KK താഹ, ഷാജി CH, ഫസലുർ റഹ്മാൻ, സുജിത് സജീവ്, മിനി സാബു, TA സിഹാബ് എന്നിവർ സംസാരിച്ചു. ആയിരക്കണക്കിന് ആളുകൾ ലഹരിക്കെതിരെ വോട്ട് ചെയ്തു. കുട്ടികൾ ഈ ഒരു ലഹരിയുടെ അടിമത്തത്തിൽപ്പെട്ട് അതിന്റെ ആ ഒരു ദൂഷ്യഫലങ്ങൾ അനുഭവിക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. കാരണം അത് കുടുംബത്തിലാണെങ്കിലും അവരുടെ വ്യക്തി ജീവിതത്തിലാണെങ്കിലും ഒരുപാട് പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇവനത് മരണം വരെ ഉണ്ടാക്കുന്നുണ്ട്. കാരണം അവർ ആത്മഹത്യയിലേക്കും കൊലപാതകത്തിലേക്കും ഒക്കെ നയിക്കുന്നത് ഈ ഒരു കാരണമാണ്. പണ്ടത്തെ കുറച്ചു നാൾ മുമ്പ് വരെ നമ്മുടെ സമൂഹത്തിൽ ഒരു വലിയ പ്രശ്നം മദ്യമായിരുന്നു. അത് പക്ഷെ ഒരു 10-15 വർഷം കഴിഞ്ഞാൽ മാത്രമേ അത് നമ്മുടെ കുടുംബത്തിലേക്ക് അല്ലെങ്കിൽ സമൂഹത്തിലേക്ക് വലിയൊരു ഇമ്പാക്റ്റ് ആയിട്ട് മാറുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇത് ലഹരി ഉപയോഗിച്ച് തുടങ്ങിയാൽ അത് മാസങ്ങൾക്കുള്ളിൽ തന്നെ നമ്മുടെ കുടുംബത്തിലും സമൂഹത്തിലും സ്കൂളുകളിലൊക്കെ ആണെങ്കിലും വലിയ പ്രശ്നമായിട്ട് അത് മാറാറുണ്ട്. നമുക്കറിയാം, കുട്ടം പണക്കാരാവുന്ന രീതി, ഓരോ കുട്ടികൾ പെട്ടെന്ന് പൈസ സമ്പാദിക്കുന്ന രീതി ഈ ലഹരി മാഫിയയോടെ അടിമയായിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കുട്ടികൾ സ്കൂൾ വിട്ട് വീട്ടിൽ വരുമ്പോൾ മാതാപിതാക്കൾ അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അവരുടെ ഭാവമാറ്റങ്ങൾ, അവരുടെ സ്വഭാവ മാറ്റങ്ങൾ എന്തൊക്കെ ഉണ്ടെങ്കിലും അവരെ നമ്മുടെ പോലീസ് ഹെൽപ്പ് ലൈൻ, അവരുടെ സംഘടന ഹെൽപ്പ് ലൈൻ എല്ലാം ഉണ്ട്. അവരുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഈ കുട്ടികളെ നേർവഴിയിലേക്ക് എത്തിക്കേണ്ടതാണ്. കാരണം ഈ കുട്ടികൾ ഭാവിയിൽ തീരെ മോശമായിട്ടുണ്ട്. വരും തലമുറയും ഇപ്പോൾ വളർന്ന കുട്ടികളും നല്ല രീതിയിലല്ലെങ്കിൽ ഇന്ത്യയുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാവും. ന്യൂസ് ബ്യൂറോ, കൊച്ചി.